ടീം രാവിലെ തന്നെ തുണിയും കുപ്പായും മാറ്റി കല്യാണത്തിന് ഇറങ്ങിയത്, ജോഗിങ്ങിന് ഇറങ്ങിയത്. ഈ രണ്ട് വധൂരാൾക്ക് രാവിലെ തന്നെ പൊന്നാനി പോയിട്ട് മുട്ടപ്പത്തലും ബീഫ് അടിക്കാൻ പോകും. പിന്നെ വേറെ ഒന്നും നോക്കിയാൽ വണ്ടി എടുത്ത് കറക്കി ഒരു ഒറ്റ പോക്കാം. ഇവനാണ് കൂട്ടത്തിൽ കായ്ക്കാരൻ. അതുകൊണ്ട് പള്ളയിലുള്ള പെണ്ണുങ്ങളെ പോലെ എനിക്ക് ഇടക്കിടക്കേ ഓരോ പുതിയ എനിക്ക് പിന്നെ വരെ തീരെ പറ്റിണിയ. മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി പണിക്കും. ഓണ പോക്കിൽ കർമ്മന്റെ സൈഡിത്തെ പറമ്പിക്കൊന്നുണ്ടായിരുന്നു. ഏത് മൂട് പൊള്ളി മൂട് ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ ആളൊരു മഞ്ഞക്കിളിമ ചവിട്ടി. ഇതിന്റെ സങ്കടത്തിലാണ് അവന്. ഇതിന്റെ ഇടയിൽ വേറെ മൂടന്മാർ വന്നു. അതിന്റെ ഇടയിൽ നമ്മുടെ സുന്നാമണിക്കൂർ ഇറക്കം മാറ്റണതിന്റെ ഇടയിൽ ആ ബസ്സിൽ പോയവരൊക്കെ അവനെ കണ്ടോന്നൊരു സംശയം. കണ്ടാ ഞമ്മക്ക് പേടിയല്ല. പൊന്നാനി വന്ന പൊന്നാനി ഹാർബർക്കൊന്നും പോകണം. ഇപ്പോൾ അതിന്റെ ഒരു നാക്ക് ബൈ ഉണ്ടാവും. നേരെ വിട്ട് ഹാർബറിലാണ്ട് കയറിയപ്പോ ഹാർബറിൽ ഫുള്ള് മീൻ. പിന്നെ ഇവിടെ മീനല്ല പോത്തുണ്ടാവുമല്ലേ. പെടക്കണ മീൻ എന്ന് കേട്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോ നേരിട്ട് കണ്ട് പുറം കടലിൽ പോയി പിടിച്ച നല്ല കിടിലൻ സാധനം. പത്തലടിക്കാൻ വേണ്ടി സ്പോട്ടിലെത്തിയപ്പോ അവിടെ 4-3 ഏഴാളുള്ളൂ. ഇതിന് മുന്നേ ഇവിടുന്ന് കഴിച്ച എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നേരെ വിട്ട് പള്ളിന്റെ ഫ്രണ്ടിലുള്ള ഷോപ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മതി. അതുകൊണ്ട് കൊടുന്ന് വെച്ച പാടത്തന്നെ എല്ലാവരും അതിന് ഓരോരോ കണ്ടന്റ് ഓളിലേക്കുണ്ട് വെച്ചപ്പോ മോനെ അതിനെ കൊള്ളാം. സ്പോട്ടിന് അടുത്തത് ഓർഡർ. ഇതിന്റെ ഇടയിൽ കുറെ പിള്ളേർ വന്നിങ്ങാണ്ട് സെൽഫി എടുത്തരും. ഞാൻ ആദ്യം വിചാരിച്ച അവരുടെ എടുത്ത് കൊടുക്കാനാണ്. പിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പോലും അറിയാതെ സെലിബ്രിറ്റി ഇഞ്ഞ് ചത്താലും വേണ്ടിയില്ല. ഈ പള്ളി ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? 500 സംതിങ്. നമ്മള് പറയുകയാണെങ്കിൽ തള്ളാന്നില്ലേ. വെറുതെ ഇത് വരാൻ വന്ന് മുട്ടപ്പത്തൽ അടിച്ചു പോവല്ലേ വണ്ടിയത്. ചരിത്രം പഠിക്കണം, ചരിത്രം.